Hello, welcome all to you. Today we shall talk about apoptosis, programmed cell death. Apoptosis is the programmed cell death, a physiological process under genetic control that occurs in response to a number of intrinsic and extrinsic stimuli and is also an important part of the development program. For development biology തന്നെ പഠിക്കുമ്പോൾ നമുക്കറിയാം certain cells should die. പുതിയ സെൽസ് ഉണ്ടാകണം. ഇപ്പോൾ വളരെ ഫെമിലിയർ എക്സാമ്പിൾ നമുക്ക് ഡെവലപ്മെന്റ് ഫ്രോഗിൽ നോക്കാം. ടെയിൽ ഓഫ് ടാഡ്പോൾ is totally removed by apoptosis. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നുള്ളത് പല സ്ഥലങ്ങളിൽ ഇതിന്റെ ആവശ്യമുണ്ട്. ഡെവലപ്മെന്റ് ബയോളജിയിൽ മാത്രമാണ്. ഇപ്പൊ നെക്രോസിസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതും ഒരു തരത്തിലുള്ള സെൽ ഡെത്താണ്. പക്ഷെ രണ്ടാണ്. അൺലൈക്ക് നെക്രോസിസ്, സെൽ ഡെത്ത് കോസ്ഡ് ബൈ ട്രോമ ഓർ ഇൻഫെക്ഷൻ, അതാണല്ലോ നെക്രോസിസ്. രണ്ടും നമ്മളുടെ വ്യത്യാസമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. നെക്രോസിസിൽ നിന്നും വ്യത്യാസമായിട്ട് apoptosis does not involve cell lysis and does not usually result in inflammation. നെക്രോസിലാണെങ്കിൽ സെൽ ലൈസ് വരും. പക്ഷെ apoptosis is characterized by cell shrinkage and nuclear condensation without the loss of membrane integrity. There are two different types of mechanisms by which a cell commits suicide by apoptosis. അതിതൊക്കെയാണ്. ഒന്ന്, intrinsic pathway or mitochondrial pathway. Then മറ്റൊന്ന് extrinsic pathway or death receptor pathway. വളരെ ശ്രദ്ധിച്ചിരിക്കുക. Intrinsic pathway പറയുന്നത് എന്താണ്? mitochondrial pathway. It is triggered by intracellular signals. Intrinsic pathway ആണല്ലോ. ഇപ്പൊ സിവിയർ DNA ഡാമേജ് വരും, UV റേഡിയേഷൻ, ഓക്സിഡേറ്റീവ് സ്ട്രെസ്, ഇങ്ങനെയുള്ള കണ്ടീഷനിൽ. പക്ഷെ ഇവിടെയാണെങ്കിലോ എക്സ്ട്രിൻസിക് പാത്വേ അതിനെ പറയുന്ന ഡെത്ത് റെസപ്റ്റർ പാത്വേ. ആ പാത്വേ പഠിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ പേര് കിട്ടിയെന്ന് മനസ്സിലാവും. ഇവിടെ എക്സ്ട്രിൻസിക് പാത്വേ ആകുമ്പോൾ സിഗ്നല് TNF, FAS-L ഇങ്ങനെയുള്ള ചില സിഗ്നൽ പറയുന്നത്. ഇവിടെ കാസ്പേസ് 8 ഈസ് ദ ഇനിഷ്യേറ്റഡ് കാസ്പേസ്. ഇപ്പോൾ കാണാതെ അങ്ങ് മനസ്സിലാക്കിയിരിക്കുക, പഠിപ്പിക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഏതാണ് കാസ്പേസ്? കാസ്പേസ് 9 ഈസ് ദ ഇനിഷ്യേറ്റഡ് കാസ്പേസ്. അപ്പൊ ഇവിടെ ഇനിഷ്യേറ്റഡ് കാസ്പേസ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ ലാസ്റ്റില് സെൽ ഡെത്തിന് കാരണമാകുന്ന കാസ്പേസ് ഞാൻ അവിടെ പറയാം. അപ്പൊ ഇത് ഒരു രണ്ടും നമ്മളുള്ള പ്രധാനപ്പെട്ട രണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കാം. അപ്പൊ ഇൻട്രിൻസിക് പാത്വയുടെ മറ്റൊരു പേര് മൈറ്റോകോൺഡ്രിയൽ പാത്വേ. എന്തുകൊണ്ടാണ് അങ്ങനെ അത് പറയുന്നതെല്ലാം മനസ്സിലാക്കാം. എക്സ്ട്രിൻസിക് പാത്വേ അഥവാ ഡെത്ത് റെസപ്റ്റർ പാത്വേ. ഇവിടെ ഓരോന്നിട്ട് നോക്കാം. ഇൻട്രിൻസിക് പാത്വേ അഥവാ മൈറ്റോകോൺഡ്രിയൽ പാത്വേ എന്നത് മൈറ്റോകോൺഡ്രിയൽ പാത്വയുടെ ഡയഗ്രാം കാണിച്ചു പറഞ്ഞുതരാം. ഇതാ മൈറ്റോകോൺഡ്രിയ. മൈറ്റോകോൺഡ്രിയയുടെ മെംബ്രെയിനിൽ that will display anti-apoptotic factor called BCL2 and BCLXL. ഇതെല്ലാം BCL2 and BCLXL മൈറ്റോകോൺഡ്രിയയുടെ ഈ മെംബ്രെയിനിൽ കാണും. ഈ പറഞ്ഞ രണ്ടെണ്ണം. അതെന്താണത്? ഇത് രണ്ടെണ്ണത്തിലും BCL2 ആണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ മൈറ്റോകോൺഡ്രിയയുടെ സർഫേസിൽ എന്ത് കാണും? ആന്റി അപ്പോപ്റ്റോട്ടിക് ഫാക്ടർ. എന്താണ് ആന്റി അപ്പോപ്റ്റോട്ടിക് ഫാക്ടർ? ഫാക്ടർ വിച്ച് പ്രിവെന്റ് അപ്പോപ്റ്റോസിസ്. അപ്പോപ്റ്റോസിനെ എതിർക്കുന്ന ഫാക്ടേഴ്സ് ആണ് ആന്റി അപ്പോപ്റ്റോട്ടിക് ഫാക്ടേഴ്സ്. ആന്റി അപ്പോപ്റ്റോട്ടിക് ഫാക്ടറിൽ ഏറ്റവും പ്രധാനം എന്താ? BCL2. ഇപ്പൊ മൈറ്റോകോൺഡ്രിയയുടെ മെംബ്രെയിനിൽ ഇപ്പൊ എന്തുണ്ട്? BCL2. അതുപോലെ BCLXL എന്ന് പറയുന്ന എന്തുണ്ട്? ആന്റി അപ്പോപ്റ്റോട്ടിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അപ്പോപ്റ്റോസ് നടക്കാതിരിക്കാൻ ഉള്ള, ചെറുത്ത് നിൽക്കാനുള്ളത് ആണ്. അപ്പോ ഒരു സെൽ ഡാമേജ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഈ BCL2നെ അതുപോലെ ആന്റി അപ്പോപ്റ്റോട്ടിക് ഫാക്ടറായ BCL2, BCLXL
ഇതിനെല്ലാം അത് മാറ്റും, അതുമായിട്ട് ബൈൻഡ് ചെയ്ത് പ്രോ അപ്പോപ്റ്റോട്ടിക് ഫാക്ടേഴ്സ് ലൈക്ക് ബാക്സ്, ബാക്ക്, ബാഡ് എക്സെട്ര ബിക്കം ഡോമിനന്റ് ആകും. മനസ്സിലാക്കുക, ഒരു സെല്ലില് ഡാമേജ് എന്തെങ്കിലും, അതായത് നശിക്കണം എന്നുള്ള ആ ഒരു സ്റ്റേജ് വരുമ്പോൾ അതിന് പ്രോഗ്രാം റിസൾട്ട് എത്താണ്. അത് ഡിസൈറബിൾ അല്ലാത്ത ഒരു സെല്ലാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, അതിനെ നശിപ്പിക്കണം. നമുക്ക് ക്യാൻസർ ബയോളജി അടുത്ത ക്ലാസ്സിൽ എടുക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു DNA ഡാമേജ് വളരെ കൂടുതലായിട്ടുള്ള ഒരു സെല്ലാണെന്ന് ഇരിക്കട്ടെ, അതിനെ ആദ്യം ഗ്യാപ്പ് ടൈം കൊടുക്കും P53 എല്ലാം, എന്നിട്ട് അതും നല്ല ഒരു സബ്സ്റ്റാൻഷ്യൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സെല്ല് ഷുഡ് ഡൈ, അപ്പോപ്റ്റോസ് വഴി ഡെത്തിലേക്ക് വരും. അത് അടുത്ത ക്ലാസ്സിൽ അതുകൂടെ പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ എനിവേ, ഇപ്പൊ മൈറ്റോകോൺട്രിയെ സംരക്ഷിക്കാനുള്ള 2 ഫാക്ടർ ഇവിടെ മെമ്പറൈനിൽ കാണുന്ന ഏതൊക്കെയാണോ എന്ന് പറഞ്ഞാല്, അതായത് ആന്റി അപ്പോപ്റ്റോട്ടിക് ഫാക്ടർ ഏതൊക്കെയാണ്? BCL2 ആൻഡ് BCLXL. ഇപ്പോ സെല്ലിലൊരു ഡാമേജ് വന്നാൽ ഇപ്പോ അവിടെ എന്ത് ഡോമിനന്റ് ആകും? പ്രോ അപ്പോപ്റ്റോട്ടിക് ഫാക്ടേഴ്സ് ഡോമിനന്റ് ആകും. പ്രോ അപ്പോപ്റ്റോട്ടിക് ഫാക്ടേഴ്സ് ആണ് ബാക്സ്, ബാക്ക്, ബാഡ് എക്സെട്ര. ഓക്കെ, ഇത് പ്രോ അപ്പോപ്റ്റോട്ടിക് ഫാക്ടേഴ്സ്, ബാക്സ്, ബാക്ക്, ബാഡ് എക്സെട്ര. ആന്റി അപ്പോപ്റ്റോട്ടിക് ഫാക്ടർ BCL2, BCLXL എക്സെട്ര. ഇനി എന്താ സംഭവിക്കുക? ഇത് ഡോമിനന്റ് ആയി ആര്? പ്രോ അപ്പോപ്റ്റോട്ടിക് ഫാക്ടർ. അപ്പൊ അതാണ് ഇനി പ്രവർത്തിക്കാൻ പോകുന്നത്. സോ ദീസ് പ്രോ അപ്പോപ്റ്റോട്ടിക് ഫാക്ടർ migrate to the surface of mitochondria and bind to BCL2, അതുപോലെ BCLXL. നമ്മൾ BCL2 ആണ് കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളത്. അപ്പൊ BCL2 ആയിട്ട് അത് വന്ന് ബൈൻഡ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? ആ പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റ് അത് മാറും. ബ്ലോക്കിംഗ് ഇറ്റ്സ് എ പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റ്, അതായത് മൈറ്റോകോൺട്രിയയുടെ പ്രൊട്ടക്ഷൻ അല്ലേ നൽകുന്നത്. അപ്പൊ അതിന്റെ ആസ് എ റിസൾട്ട് ഹോൾസ് ആർ ഫോം. ഇവിടെ മൈറ്റോകോൺട്രിയയിലൂടെ ചില ഹോൾസ് ഉണ്ട്, കണ്ടോ? ഹോൾസ് കാണാമല്ലോ, can you see it? ഹോൾസ് കാണാമല്ലോ. അപ്പൊ ഈ ഹോൾസ് വഴി എന്താ സംഭവിക്കുക? മൈറ്റോകോൺട്രിയയിലെ പ്രത്യേക ഒരു എൻസൈം, അതായത് പ്രത്യേക ഒരു പിന്നെ സൈറ്റോക്രോം, എന്താ സൈറ്റോക്രോം C, ദിസ് വിൽ ലീക്ക് ഔട്ട്. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പൊ മൈറ്റോക്രോം C ഇവിടെ ലീക്ക് ഔട്ട് ആൻ കാരണം എന്താണ്? ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി. ആദ്യം മൈറ്റോകോൺട്രിയെ പ്രൊട്ടക്ട് ചെയ്തിട്ട് എന്തെല്ലാം കാണാം? ആന്റി അപ്പോപ്റ്റോട്ടിക് ഫാക്ടേഴ്സ് കാണാം. ഒരു സെൽ ഡാമേജ് വന്നപ്പോൾ അന്നേരം പ്രോ അപ്പോപ്റ്റോട്ടിക് ഫാക്ടേഴ്സ് ലൈക്ക് ബാക്ക് ഇതൊക്കെ ഡോമിനന്റ് ആയി. അതെന്ത് സംഭവിച്ചു? ദാറ്റ് വിൽ മൈഗ്രേറ്റ് ടു ദ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. മെംബ്രെയിനിൽ വന്നിട്ട് BCL2 ബ്ലോക്ക് ചെയ്തു. അന്നേരം ഇതിനകത്തുള്ള സൈറ്റോക്രോം C വെളിയിലോട്ട് വന്നു, കേട്ടല്ലോ. ഇനി എന്താണ് ഈ സൈറ്റോക്രോം C സംഭവിക്കുന്നത്? സൈറ്റോക്രോം C ബൈൻഡ്സ് ടു APAF1 ഉണ്ടോ? സൈറ്റോക്രോം C APAF1 ചേരും. APAF1 ആയിട്ട് അത് ഒരു മോളിക്യൂളിലല്ല, അത് APAF1 കോസസ് ദ ഒളിഗോമറൈസേഷൻ ഓഫ് ദ APAF1. അപ്പൊ ഇതുണ്ടോ, ഇതുപോലെ എത്ര APAF1 ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, ചിലപ്പോൾ അതിൽ കൂടുക. അപ്പൊ അത് ഒളിഗോമറൈസേഷൻ ലിമിറ്റഡ് നമ്പർ ആയി, തീരെ കൂടുതലില്ല. ഇവിടെ 7 കാണിച്ചിട്ടുണ്ട്. അതും ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന എന്താണ് ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്? ഫോളോ ചെയ്യുന്നുണ്ടോ ഞാൻ പറയുന്നത്? APAF1 കൂട്ടത്ത് ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ പറഞ്ഞോളൂ, അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം. മനസ്സിലായില്ല. സോ ഇവിടെ സൈറ്റോക്രോം C മൈറ്റോകോൺട്രിയയുടെ വെളിയിൽ വന്നു. സൈറ്റോക്രോം C APAF1 ബൈൻഡ് ചെയ്തു. അങ്ങനെ ബൈൻഡ് ചെയ്ത മോളിക്യൂൾ ഇവിടെ 7, 6, 7, ഒരു 10 ഒളിഗോമറൈസേഷൻ സംഭവിക്കും. അങ്ങനെ അപ്പോപ്റ്റോസോം ഉണ്ടായി. അപ്പോപ്റ്റോസോമിലപ്പോ എന്തൊക്കെയുണ്ട്? APAF1 പിന്നെ വേറെ സൈറ്റോക്രോം C.
സോ അപ്പോപ്റ്റോസോമിൽ ഇപ്പോൾ അപ്പോഫോണും സൈറ്റോക്രോം സിയും ഉണ്ട്. അടുത്ത് ബൈൻഡിങ് ഓഫ് സൈറ്റോക്രോം സി ആൻഡ് അപ്പാഫോൺ കോസസ് ദ ഒളിഗോമറൈസേഷൻ ഓഫ് അപ്പാഫോൺ ഇൻടു എ വീൽ ലൈക്ക് സ്ട്രക്ചർ. ഒരു വീൽ പോലുള്ള സ്ട്രക്ചറായി. ഇത് ഒരു ഹെപ്റ്റാമർ ആണ്, ഹെപ്റ്റാമർ സ്ട്രക്ചറാണ്. സാധാരണ 7 എണ്ണമായിരിക്കും കാണുന്നത്. ഈ എന്താണ് ഒരു അതായത് അപ്പോപ്റ്റോട്ടിക് പ്രോട്ടീസ് ആക്ടിവേറ്റിംഗ് ഫാക്ടർ 1, അതാണ് അപ്പാഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്തെല്ലാം കൂടെ ചേർന്നിട്ടായി വീൽ ലൈക്ക് സ്ട്രക്ചർ ഉണ്ടായത്? ഈ സൈറ്റോക്രോം സിയും അപ്പാഫോണും കൂടെ ചേർന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അപ്പോപ്റ്റോസോം കിട്ടി. അവിടെ ATP വേണം ഇതിന് വേണ്ടി. അങ്ങനെ അപ്പോപ്റ്റോസോം കിട്ടി. അടുത്ത് ആ സ്റ്റെപ്പുകൾ മാത്രം ഓർത്തിരുന്നാൽ മതി. ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ചേർത്തിട്ടുണ്ട്. അടുത്ത് ഈ അപ്പോപ്റ്റോസോം എന്താണ് ചെയ്യുന്നത്? അപ്പാഫോണും പിന്നെ ഈ സൈറ്റോക്രോം സിയുടെ ചേർന്നാണ്. അപ്പാഫോൺ പ്രോട്ടീൻ ഇൻ ദ അപ്പോപ്റ്റോസോം. അപ്പോ അപ്പോപ്റ്റോസോമില് അപ്പാഫോൺ കൊണ്ട് അല്ലെ സൈറ്റോക്രോം സി ഉണ്ട്. അതില് അപ്പാഫോൺ ഓഫ് അപ്പോപ്റ്റോസോം വിൽ റിക്രൂട്ട് ഇനിഷ്യേറ്റർ പ്രോകാസ്പേസ് പ്രോട്ടീൻ. നമ്മളിപ്പോ പഠിക്കുന്നത് ഇൻട്രിൻസിക് ആണോ എക്സ്ട്രിൻസിക് ആണോ? ഇൻട്രിൻസിക്കിലെ കാസ്പേസ്, അതായത് ഇനിഷ്യേറ്റർ കാസ്പേസ് ഏതാണ്? കാസ്പേസ് 9 ആണ്. അപ്പൊ ഇവിടെ അപ്പാഫോൺ പ്രോട്ടീൻ ഇൻ ദ അപ്പോപ്റ്റോസോം വിൽ റിക്രൂട്ട് ഇനിഷ്യേറ്റർ പ്രോകാസ്പേസ്. പ്രോകാസ്പേസിൽ എന്നാണ് ശരിക്കും ആക്റ്റീവ് ആയിട്ടുള്ള പിന്നെ കാസ്പേസ്, known as procaspase 9. Procaspase 9 will be activated by apoptosome. അപ്പോ ഈ പ്രോകാസ്പേസ് 9 അപ്പോപ്റ്റോസോം ആക്റ്റീവ് ആക്കും. അപ്പൊ ഈ അപ്പോപ്റ്റോസോം ഇവിടെ 2 കാര്യങ്ങളുണ്ട്. അപ്പാഫോണിൽ സൈറ്റോക്രോം സി ഉണ്ട്, സൈറ്റോക്രോം സി ഓക്കെ, അതുകൂടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഇനി അടുത്ത റോൾ എന്ന് പറയുന്നത് അപ്പോപ്റ്റോസോമിലാണ്. അപ്പോപ്റ്റോസോമിൽ എന്തുകൊണ്ട്? അപ്പാഫോണുണ്ട്. അപ്പൊ ഇതില് ഈ അപ്പോപ്റ്റോസോമിലെ ഓരോന്നിന്റെ ഫംഗ്ഷൻ മനസ്സിലാക്കുക. അപ്പാഫോൺ പ്രോട്ടീൻ ഇൻ ദ അപ്പോപ്റ്റോസോം. അപ്പോപ്റ്റോസോമിലെ അപ്പാഫോൺ റിക്രൂട്ട് ഇനിഷ്യേറ്റർ പ്രോകാസ്പേസ്. ഇനിഷ്യേറ്റർ പ്രോകാസ്പേസ് ഏതാണ്? പ്രോകാസ്പേസ് 9. അതിനെ റിക്രൂട്ട് ചെയ്തതാരാണ്? അപ്പാഫോൺ ഇൻ ദ അപ്പോപ്റ്റോസോം. അപ്പോപ്റ്റോസോമിലെ അപ്പാഫോൺ ആണ് പ്രോകാസ്പേസ് 9 റിക്രൂട്ട് ചെയ്തത്. എന്നിട്ട് റിക്രൂട്ട് ചെയ്യുക മാത്രമല്ല, അടുത്ത് എന്ത് ചെയ്യും? കാസ്പേസ് ആകണ്ടേ, ഫങ്ഷണൽ ആണ്. പ്രോകാസ്പേസ് 9 വിൽ ബി ആക്ടിവേറ്റഡ് ബൈ ദ അപ്പോപ്റ്റോസോം. ഈ അപ്പോപ്റ്റോസോം പിന്നെ എന്ത് ചെയ്യും? അപ്പോപ്റ്റോസോം എന്ന് പറയുമ്പോൾ ഇത് എന്തെല്ലാം രണ്ടും കൂടെ ചേരും. അപ്പാഫോണും സൈറ്റോക്രോം സിയും കൂടെ ചേർന്ന് അപ്പോപ്റ്റോസോം. അല്ലാതെ അപ്പാഫോൺ ഇൻ ദ അപ്പോപ്റ്റോസോം ആണ് ആരെ റിക്രൂട്ട് ചെയ്തത്? മനസ്സിലായില്ലേ? ഈ അപ്പോപ്റ്റോസോമിലെ ആരാണ് പ്രോകാസ്പേസ് 9 റിക്രൂട്ട് ചെയ്തത്? കേട്ടുണ്ടല്ലേ ഇരിക്കുന്നത്? ഒന്നുകൂടെ പറയണോ? പറയേണ്ട ആവശ്യമുണ്ടോ? ഒന്നുകൂടി പറയൂ. സോ അപ്പാഫോണും അപ്പോപ്റ്റോസോം കൂടെ ചേർന്നതാണ് അപ്പോപ്റ്റോസോം. അപ്പോപ്റ്റോസോമിലെ അപ്പാഫോൺ വിൽ റിക്രൂട്ട് പ്രോകാസ്പേസ് 9. അപ്പോപ്റ്റോസോമിൽ ഇപ്പൊ എന്തൊക്കെയുണ്ട്? അപ്പാഫോണും സൈറ്റോക്രോം സി. അപ്പോ അപ്പാഫോൺ ഓഫ് അപ്പോപ്റ്റോസോം വിൽ റിക്രൂട്ട് പ്രോകാസ്പേസ് 9. ഇനി ഈ അപ്പോപ്റ്റോസോം എന്ന് പറഞ്ഞാൽ അവിടെ അപ്പോപ്റ്റോസോമിലെ അപ്പാഫോൺ മാത്രമല്ല, അപ്പോപ്റ്റോസോം വിൽ കൺവേർട്ട് ദിസ് പ്രോകാസ്പേസ് 9 into കാസ്പേസ് 9. ഇനി സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. വളരെ ശ്രദ്ധിച്ചിരിക്കുക. പ്രോകാസ്പേസ് 9 ഇപ്പോ കാസ്പേസ് 9 ആയി.
കാസ്പേസ് 9, ദ ലാസ്റ്റ്, അടുത്ത വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് എക്സ്ട്രിൻസിക്കിലും ഇൻട്രിൻസിക്കിലും ഒന്ന് തന്നെയാണ്. ആരാ? എക്സിക്യൂഷണർ. എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകേണ്ടത് അപ്പോപ്റ്റോസ് എക്സിക്യൂട്ട് ചെയ്യുന്ന കാസ്പേസ് 3 ആണ്. കാസ്പേസ് 3യും ആദ്യം പ്രോ കാസ്പേസ് ആയിരിക്കും, പിന്നെ അത് ആക്റ്റീവ്. ഇത്രയേ ഉള്ളൂ. അപ്പോ എക്സിക്യൂഷണർ കാസ്പേസ് മറക്കരുത്. So once this executioner caspase is 3 is formed, then that apoptosis process get executed. Okay, then extrinsic or death receptor pathway. In this pathway, the stimulus comes from outside the cell. Signaling molecules, അതായത് from outside the cell, signaling molecule എല്ലാം, അതായത് ലിഗാൻസ്, death ligands will bind to the respective receptor. ഇന്നും കൂടെ മനസ്സിലാക്കാം. അപ്പൊ ഇവിടുത്തെ സിഗ്നലിംഗ് മോളിക്യൂൾ ഡെത്ത് ലിഗാൻസ് ആണ്. എന്തെങ്കിലും ലിഗാൻസാ? ഡെത്ത് ലിഗാൻസ്. ഡെത്ത് ലിഗാൻസ് സാധാരണ ഫാസ് എൽ എന്നും പിന്നെ TNF എന്നും രണ്ടരമുണ്ട്. ഈ ലിഗാൻഡ് ഇവിടെ ഫാസ് എൽ ആണ് കാണിച്ചിരിക്കുക, അല്ലെങ്കിൽ TNF ആയിരിക്കാം, മറക്കരുത്. നമ്മളിപ്പോ ഒരു ഹോർമോൺ ആക്ടിങ് ആസ് എ ലിഗാൻഡ് വിച്ച് വിൽ ബൈൻഡ് ടു ദ റെസ്പെക്റ്റീവ് റെസെപ്റ്റർ എന്നെല്ലാം പഠിച്ചിട്ടുണ്ട്. അതുപോലെ എക്സ്ട്രിൻസിക് ഓർ ഡെത്ത് റെസെപ്റ്റർ പാത്വേ ഓഫ് അപ്പോപ്റ്റോസിൽ എക്സ്ട്രിൻസിക് ആയിട്ടുള്ള ഒരു സിഗ്നൽ ആണ് വരുന്നത്. ആ സിഗ്നൽ മോളിക്യൂൾ എ ലിഗാൻഡ്, അതിന് പറയുന്ന ഡെത്ത് ലിഗാൻസ് ആണ്. ആ ഡെത്ത് ലിഗാൻസ് ഏതെല്ലാം ആകാം? ഫാസ് എൽ ആകാം. ഇതാ ഇവിടെ നമ്മൾ അത് ഫാസ് എൽ വെച്ചാണ് പഠിക്കുന്നത്. അതുപോലെ ഏതുമാകാം? TNF എന്ന് പറയുന്ന ലിഗാൻഡും ആകാം. ഇവിടെ ഇതാ ഫാസ് എൽ എന്ന് പറയുന്ന ലിഗാൻഡ് ആണ്. അതിന്റെ റെസെപ്റ്റർ ഇതാണ്. ഇവിടെ ഈ റെസെപ്റ്റർ കണ്ടാൽ അറിയാം, ഒരു എന്താണ്, ഒരു ട്രൈമർ, ഹോമോ ട്രൈമറിക്. ഇവിടെ റെസെപ്റ്റർ ഹോമോ ട്രൈമറിക്. ആദ്യം ഇതുപോലത്തെ ഒരു മോണോമർ ആയിരിക്കും. ലിഗാൻഡ് വരുമ്പോ ഇതിനെങ്ങനെ അതൊരു പോളിമർ ആകും, അത് ഹോമോ ട്രൈമറിക് ആകും, മറക്കരുത്. ഡെത്ത് റിസെപ്റ്റർ സാധാരണ ഹോമോ ട്രൈമറിക് ആണ്. നമ്മൾ പല റിസെപ്റ്റേഴ്സും വ്യക്തമായിട്ട് നമുക്കിപ്പോ അറിയാം. ബീറ്റ അഡ്രിനാർജിക് റിസെപ്റ്റർ എന്ന് പറയുന്നത് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസെപ്റ്ററിൽ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചതാണ്. ആ ശരിക്കും GPCR, ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസെപ്റ്റർ, എത്ര പാസ്സാണ് ആ മെംബ്രെയിനിൽ ഇങ്ങനെ ഇരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും. 7 പാസ് റിസെപ്റ്റർ എന്നും ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത് പഠിച്ചതുകൊണ്ട് ഇതുപോലെ മറ്റൊരു റിസെപ്റ്റർ ആണെന്ന് മനസ്സിലാക്കുക. ഇത് ട്രൈമർ ആണ്. ഇനി അതിന്റെ പ്രോസസ് ഒന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ഡെത്ത് ലിഗാൻസ് ഫാസ് എൽ ആകാം, TNF ആകാം. ഇവിടെ കാണിച്ചത് ഫാസ് എൽ. ഫാസ് എൽ ഫോർ എക്സാമ്പിൾ വിൽ ബൈൻഡ് ടു ഇറ്റ്സ് റിസെപ്റ്റർ ഫാസ്. ഫാസ് റിസെപ്റ്റർ ട്രൈമർ ആണ്, ഹോമോ ട്രൈമർ ആണ്. ദ സൈറ്റോസോളിക് ടെയിൽ ഓഫ് ദ ഡെത്ത് റിസെപ്റ്റർ. ഇവിടുത്തെ ഡെത്ത് റിസെപ്റ്റർ ഏതാണ്? ഇവിടുത്തെ ഡെത്ത് റിസെപ്റ്റർ ഏതാണ് നമ്മൾ പഠിക്കുന്നത്? അപ്പോ ഈ ഫാസ് റിസെപ്റ്ററിന്റെ സൈറ്റോസോളിക് ആയിട്ടുള്ള, ഇത് സെൽ മെംബ്രെയിൻ ആണ്, ഇത് സൈറ്റോസോൾ ആണ്. ആ സൈറ്റോസോളിക് ആയിട്ടുള്ള ആ ഡൊമൈൻ ഫാസ് ഹാസ് എ the cytosolic tail of the death receptor FAS has FADD. ഇതിൽ ആ കൂടെ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. എക്സാമിന് ചോദിക്കാനുള്ള എല്ലാം ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒന്ന് ബ്രെയിനിൽ വെച്ചാൽ മതി കേട്ടോ. പാസ്സാണോ എന്നുള്ളത് അത് ബ്രെയിനിൽ അത് വെച്ചാൽ മതി. അതെ. അപ്പോ FADD കാണുന്നത് എവിടെയാണ്? ഈ ഫാസ് ലിഗാൻഡിന്റെ സൈറ്റോസോളിക് ടെയിൽ. FADD എന്ന് പറയുന്നത് ഫാസ് അസോസിയേറ്റഡ് ഡെത്ത് ഡൊമൈൻ എന്നാണ്. ഇനി
ഇവിടെ ഫാസെല്ലിന് പകരം TNF ആയിരുന്നെങ്കിൽ ഇതിന്റെ പേര് മാറും, അത്രയേ ഉള്ളൂ. അതിനെ TRADD എന്ന് പറയും. If the ligand is TNF instead of FADD എന്ന് പറയും TRADD. അതായത് TNF receptor associated death domain. പോട്ടെ, അതുകൂടെ ഓർത്തിരിക്കുക, ഇങ്ങനെ 2 ലിഗൻഡ് ഉണ്ടല്ലോ. Then അടുത്ത കാര്യം, when fast cell get bind the fast receptor, okay, fast receptor ഫാസിലോട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? The FADD will be activated. FADD ആക്ടിവേറ്റ് ആകും. അത് ആക്ടിവേറ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? The activated FADD will recruit ആരെ? ഇനിഷ്യേറ്റർ കാസ്പേസ്. അവിടെ പ്രോ കാസ്പേസ് 9 ആയിരുന്നു അല്ലെ? ഇവിടെ സോറി, പ്രോ കാസ്പേസ് അല്ല, ഇനിഷ്യേറ്റർ കാസ്പേസ് 9 ആയിരുന്നു. ഇവിടെ എന്താണ്? 8 ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു. ഇവിടെ ഇതിനെ റിക്രൂട്ട് ചെയ്യുന്നത് ആരാണ്? FADD. അവിടെ റിക്രൂട്ട് ചെയ്ത ആരാണ്? ഓർത്തോളണം. അപ്പോ which will be changed into caspase 8. അപ്പൊ ഇവിടെ പ്രോ കാസ്പേസ് ആയിട്ട് വരും, അത് കാസ്പേസ് 8 ആയി. എന്നിട്ട് കാസ്പേസ് 8 will activate the final executioner. ആരാണ് ഫൈനൽ എക്സിക്യൂഷണർ? Caspase 3. Caspase 3 will execute the process of apoptosis. Then ഡെത്ത് ഡൊമൈൻ എന്ന് പറയുന്ന ഇത് FADD. അതുപോലെ സോറി ഡെത്ത് ഡൊമൈൻ ഇവിടെ അല്ലെ, എൻ്റെ ടെയിൽ ഭാഗത്ത് അതുമായിട്ട് കാണുന്നതാണ് FADD. അപ്പോ ഈ ഇവിടെ ഡെത്ത് ഡൊമൈൻ, അത് ഫാസിന്റെ ഡെത്ത് ഡൊമൈൻ, ദെൻ FADD, കാസ്പേസ് 8, ഇത്രയും കൂടെ ചേർന്ന് പറയുന്നതാണ് ഡിസ്ക്. വെരി ഇമ്പോർട്ടൻറ്റ്, എല്ലാം ഇമ്പോർട്ടന്റ്. ഇതിൽ ഏതെങ്കിലും ഓരോന്ന് ചോദിക്കും. ഡിസ്കിനെ പറയുന്നത് ഡെത്ത് ഇൻഡ്യൂസിങ് സിഗ്നൽ കോംപ്ലക്സ് എന്നാണ്. കാരണം ഈ ഡെത്ത് ഇൻഡ്യൂസിങ് സിഗ്നൽ കോംപ്ലക്സ് ആണ് ഈ എക്സിക്യൂഷണറെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആളെ ശരിയാക്കുന്നത്. അവസാനം കാസ്പേസ് 8 അല്ലെ? കാസ്പേസ് 8 will activate the final execution. കാസ്പേസ് 8 is the final part of what? Disk. അപ്പൊ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഏതെല്ലാം ചേർന്നതാണ്? പറഞ്ഞോളൂ. Caspase 8, death domain. And FADD. Then ഇത് ചില ക്വസ്റ്റ്യൻസ് ചെയ്യുക. The triggering of intrinsic pathway of apoptosis involves a balance between pro-apoptotic and anti-apoptotic proteins. Which of the following is anti-apoptotic? BCL2. So yes. Then which of the following proteins in a death receptor which triggers the extrinsic pathway of apoptosis? Which triggers the extrinsic pathway of apoptosis? Which are the following proteins in a death receptor? FAS. Then what roles in regulating the intrinsic pathway of apoptosis are played by the BCL2 protein family, membrane, BAX, and BCL2? C. നോക്കി, ബാക്സും BCL2 അപ്പോപ്റ്റോസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ്. ബാക്സ്, ബാഡ് ഇതൊക്കെ ആന്റി അപ്പോപ്റ്റോസ് ആണ്. BCL2 പിന്നെ വേറെ ഏതാണ്?
പ്രോ അപ്പോപ്റ്റോപ്റ്റി, അത് മറന്നു അല്ലേ? BCL-XL ആണ്. അതാണ് തെറ്റിദ്ധരിച്ചല്ലേ അത് പറഞ്ഞത്? B, second one. Yes. Then apoptosis refers to programmed cell death that is triggered by specialized intracellular processes called caspases. The intrinsic pathway of apoptosis. തെറ്റാതെ മനസ്സിലാക്കി പിടിക്കുക. ഇതിപ്പോ ചോദിച്ചാണ് 2023 ഡിസംബർ ഫസ്റ്റ് ഷിഫ്റ്റ്. ആരെങ്കിലും ശരിയാക്കിയത്? ശരിയാക്കിയിരിക്കില്ല അല്ലേ? ഇത് അറ്റൻഡ് ചെയ്തവരെ? ഡിസംബർ ഫസ്റ്റ് ഷിഫ്റ്റില് ഇൻട്രൻസിക് പാത്വേ ആണ്. Fourth option. യെസ്, വെരി ഗുഡ്. മനസ്സിലാക്കിയാണല്ലോ പറഞ്ഞു. Then which cellular organelles are involved in the initiation of intrinsic pathway of apoptosis? It's a very simple question. Mitochondria. Okay. ഓക്കെ, ഈ റെക്കോർഡ് വീഡിയോ എല്ലാം പഠിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇനി അടുത്ത ക്യാൻസർ ബയോളജിക്കുള്ള ഉടനെ അതിൻ്റെ നോട്ട്സ് അയക്കും. നന്നായിട്ട് പഠിച്ചിരിക്കുക. അതിലൊന്ന് 1-2 ക്വസ്റ്റ്യൻ ഡെഫിനറ്റ് ആണ്. ഓക്കെ, താങ്ക് യു.